നമ്മുടെ വാർത്താമാധ്യമങ്ങൾ ഇന്ന് യുദ്ധകാഹളങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ലോകത്തെ തന്നെ മറ്റൊരുത്തിലേക്ക് തള്ളിവിടുന്നു. മിസൈലുകളും ബോംബുകളും സാധാരണക്കാരുടെ ജീവിതം തകർത്തെറിയുകയാണ്. പലരും ചോദിക്കുന്നു, ഇതാണോ ലോകാവസാനത്തിന്റെ തുടക്കം? ഭീതിയും അനിശ്ചിതത്വവുമാണ് ഇന്ന് പലരുടെയും മനസ്സിൽ. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ ഈ പരിഭ്രാന്തി വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തെ എങ്ങനെ കാണണം? നമ്മുടെ വിശ്വാസം ഇത്തരം സന്ദർഭങ്ങളിൽ പതറാൻ പാടുള്ളതാണോ? ഇല്ല. കാരണം ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ ചരിത്രം കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖദറിൽ, വിധിയിൽ വിശ്വസിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അവന്റെ അനുവാദമില്ലാതെ ഒരു ഇല പോലും ഭൂമിയിൽ വീഴില്ലെന്ന് നമുക്കറിയാം. യുദ്ധങ്ങളും സമാധാനവുമെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് പരിഭ്രമിക്കുകയല്ല, മറിച്ച് അവനിലേക്ക് മടങ്ങുകയാണ്. നമ്മുടെ പാപങ്ങൾക്ക് മാപ്പിരക്കാനും ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കാനുമുള്ള സമയമാണിത്. മസ്ലൂമുകൾക്ക്, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാം. സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം എന്നുമുണ്ടാക്കും. ഭൗതികമായ ആയുധങ്ങളെക്കാൾ കരുത്തു നമ്മുടെ ഈമാനിനുണ്ട്. ഭയത്തെ ഇല്ലാതാക്കാൻ ഖുർആൻ പാരായണത്തെക്കാൾ മികച്ച മാർഗമില്ല. പ്രതിസന്ധികളിൽ തളരാത്ത ഹൃദയമാണ് വിശ്വാസിയുടേത്. അനാവശ്യമായ ഊഹാപോഹങ്ങളും വ്യാജവാർത്തകളും പ്രചരിപ്പിക്കാതിരിക്കുക. അത് സമൂഹത്തിൽ കൂടുതൽ ഭിന്നതയും ഭീതിയും ഉണ്ടാക്കുകയേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിന് ധൈര്യം നൽകുക. കുട്ടികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുക. ലോകം എങ്ങോട്ട് പോയാലും നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതിയൊന്നു മാത്രമാകണം. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് യുദ്ധം കൊണ്ടാകണമെന്നില്ല. അതുകൊണ്ട് പരലോകത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് വർദ്ധിപ്പിക്കാം. നന്മകൾ ചെയ്യുക, പരസ്പരം സഹായിക്കുക, സ്നേഹം പങ്കുവെക്കുക. അന്തിമ വിജയം സത്യത്തോടൊപ്പമായിരിക്കും എന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനാണ്. ലോകത്തെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും മുസ്ലിം ഉമ്മത്തിനും രക്ഷിക്കട്ടെ. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുക.